ഒത്തിരി ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലോട്ട് പോയത്. പോയിട്ട് വന്നപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അണ്ണൻ ജോലിയും കഴിഞ്ഞ് നേരത്തെ വന്നതുകൊണ്ട് തന്നെ നെത്തോലി മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ചോറുണ്ടായിരുന്നു. എന്നാലും തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനൊരു 2 നാഴി അരിയും കൂടെ കഴുകി സ്റ്റൗവിനകത്തോട്ടങ്ങ് വെച്ച് കൊടുത്ത്. പിന്നെ മീൻ കണ്ടിക്കാനായിട്ട് ഇരുന്നു. അന്നേരം പിന്നെ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിങ്കിന്റെ അടുത്ത് വെച്ചിട്ട് തന്നെ വൃത്തിയാക്കുന്നത്. മീനെല്ലാം കണ്ടിച്ച് തീർന്ന് കയ്യോടെ ഞാൻ സിങ്കും കൂടെ അങ്ങ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പത്തേന് ചോറ് ഒരു സ്വല്പം വെന്തിട്ടുണ്ട്. സ്റ്റൗ അണച്ചിട്ടിട്ട് പച്ചരി അങ്ങ് അരച്ച് മാറ്റാന്ന് വിചാരിച്ചു. രാവിലെ വീട്ടിലോട്ട് പോയ സമയം കൊണ്ട് പച്ചരി ഉഴുന്നും കുതിർത്തിട്ടിട്ടാണ് പോയത്. കാര്യം രാവിലെ എന്നും ചാരുവിന് ഇവിടെ ദോശ നിർബന്ധമാണ് കേട്ടോ. ചാരു ദോശ മാത്രമേ കഴിക്കത്തുള്ളൂ. അന്നേരം പിന്നെ നേരം വൈകി കഴിഞ്ഞാൽ അരയ്ക്കാൻ അങ്ങ് മറന്നു പോകുമെന്ന് വെച്ചിട്ട് അന്നേരം അങ്ങ് അരച്ച് മാറ്റി. നെത്തോലി ആയതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ അരച്ചങ്ങ് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ചോറിന്റെ പശയെല്ലാം കഴുകി കളഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ ഉപ്പിട്ട് സ്റ്റൗവിനകത്തോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ക്യാബേജ് തോരൻ ആക്കാമോ എന്ന് അണ്ണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ക്യാബേജും എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി സ്റ്റൗവിനകത്തോട്ട് അങ്ങ് ആക്കി കൊടുത്തു. കടുക് വറുത്ത് പൊട്ടിച്ച് മീൻകറി അങ്ങ് ആക്കിയെടുത്തു. അപ്പോഴത്തേന് എളുപ്പപ്പണിക്കായിട്ട് ക്യാബേജും തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് തിരുമ്മി വെച്ചിരുന്ന എല്ലാം കൂടെ ഇട്ട് കടുക് വറുത്ത് സ്റ്റൗവിനകത്തോട്ട് ആക്കി കൊടുത്ത് സിങ്കിന് കിടന്ന പാത്രം എല്ലാം വേഗം അങ്ങ് കഴുകി മാറ്റി. ഇനി രാത്രിത്തേക്കുള്ള ചോറും കൂടെ കഴിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.